ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ ഉന്നതരും കുടുങ്ങുമെന്ന സൂചന. SIT കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. തന്നെ കുടുക്കിയവരെയും കുടുക്കുമെന്ന് പോറ്റി പറഞ്ഞിരുന്നു. SITക്ക് മുന്നിൽ പോറ്റി പേരുകൾ വെളിപ്പെടുത്തിയതായാണ് സൂചന. റിമാൻഡ് റിപ്പോർട്ടിൽ പോറ്റിക്ക് പുറമെയുള്ള 9 പ്രതികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വി ബിനീഷാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകുക. ബിനീഷ്, ഇന്നും പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുമല്ലോ. കൂടുതൽ പേരുകൾ പോറ്റിയിൽ നിന്നും പുറത്തേക്ക് വരും എന്ന കണക്കുകൂട്ടലിലാണോ ഈ അന്വേഷണ സംഘമുള്ളത്? തീർച്ചയായിട്ടും ഗൗതം, കഴിഞ്ഞ ദിവസം തന്നെ ചോദ്യം ചെയ്യലിൽ ഈ നിർണായകമായ തെളിവുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പലതരത്തിൽ പരസ്പര ബന്ധമില്ലാത്ത തരത്തിലുള്ള മൊഴികളായിരുന്നു നൽകിയത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വീണ്ടും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് നിർണായകമായ മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്വർണം ദേവസ്വം ബോർഡിലെ തന്നെ ജീവനക്കാർക്ക് വീതം വച്ചു എന്ന് സംബന്ധിച്ചുള്ള ഒരു നിർണായകമായ മൊഴി കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നു. അത് ശരിയാണോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ കൽപേഷ് ആരാണ്, കൽപേഷിൻ്റെ ഇടപെടൽ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അത് ഒരു സാങ്കല്പിക കഥാപാത്രമാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൽപേഷ് എന്ന വ്യക്തി ഇതിൻ്റെ ഇടപെടൽ നടത്തിയത് എങ്ങനെയാണ്, ഇതിനുള്ളിലെ ഗൂഢാലോചന എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി വരുന്നത്. നിർണായകമായ തെളിവുകൾ തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം ഈ മൊഴിയിൽ നിന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഭരണസമിതി, പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന ഭരണസമിതി, ദേവസ്വം ഭരണസമിതിയിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. കാരണം നിർണായകമായ ഒരു മൊഴി ഇയാളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അന്ന് ദേവസ്വം ജീവനക്കാർ മാത്രമായിരുന്നോ ഇതിൽ ഗൂഢാലോചനയുടെ ഭാഗമായത്, അല്ലെങ്കിൽ അന്നത്തെ ഭരണസമിതി, ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ഇതിൽ എന്തൊക്കെ ഇടപാടുകൾ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം കൃത്യമായി നടത്തണമെന്നാണ് ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും ആവശ്യമുന്നയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അന്ന് മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക പാളി കൊണ്ടുപോകാനുള്ള അനുമതി നൽകുന്നത്. 2019 സമാനമായി 2 കേസുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതുമായും ഒപ്പം തന്നെ കസ്റ്റഡിയിൽ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, കട്ടളപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ സ്വർണം പൂശാൻ എന്ന വ്യാജേനെ അവിടെ കൊണ്ടുപോകുന്നു. ആ കട്ടളപ്പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണം ഇദ്ദേഹം സ്വയം കൈക്കലാക്കി വലിയ രീതിയിൽ പറ്റിപ്പ് സാഹചര്യമുണ്ടായി. അത്തരത്തിൽ സ്വർണം മോഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായെന്ന് കുറ്റപത്രത്തിൽ തന്നെ കൃത്യമായി കോടതിയിൽ, കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ തന്നെ കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ട കാര്യം, ഇതിന് സമാനമായ രീതിയിൽ അവിടെയും തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി. ഈ തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട്, ഈ തട്ടിപ്പിൻ്റെ ഗൂഢാലോചനയിൽ പിന്നിലെ കൃത്യമായി ആളുകൾ ആരൊക്കെയാണ് എന്ന സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതേസമയം അന്വേഷണ സംഘം നിലവിൽ അന്വേഷണവുമായി എത്തി നിൽക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ദേവസ്വം ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ദേവസ്വം ജീവനക്കാർക്ക് താൻ സ്വർണം ഉരുക്കി നൽകിയിരുന്നു, ഇത് വീതം വെച്ച് നൽകിയിരുന്നു എന്ന ഒരു നിർണായക മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇനി ആ ജീവനക്കാരിൽ മാത്രമാണോ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വത്തിൻ്റെ അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കാളികളാകുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇതുവരെയും ഈ പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടില്ല. എന്തായിരുന്നാലും അന്ന് മാനദണ്ഡങ്ങൾ തെറ്റിക്കാൻ അനുകൂല സാഹചര്യം ഒരുക്കിയത് അന്നത്തെ ഭരണസമിതി അംഗങ്ങളും ദേവസ്വം പ്രസിഡന്റുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2019 ദേവസ്വം മാനുവലിൻ്റെ എല്ലാ ലംഘനങ്ങളും നടത്തിക്കൊണ്ട് മാനദണ്ഡങ്ങൾ അപ്പാടെ തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളികൾ നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടത്, കട്ടളപ്പാളികൾ കൊണ്ടുപോകാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ മാനുവലിലെ മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട്
തന്നെ അതിൽ ദുരൂഹതയുണ്ട്, കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും കൃത്യമായി അവർ ആ ഒരു പരിശോധന തന്നെയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അത്തരത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും നിർണായകമായ ഒരു മൊഴി ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു മൊഴി രേഖപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം വരും ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേസിൻ്റെ നിർണായക തെളിവുകളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ വരും ദിവസങ്ങളിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അത് 2 ദിവസത്തിനുള്ളിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ സ്മാർട്ട് ക്രിയേഷനിലെത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കോടതിയിൽ ഒരു ഇടക്കാല ഒരു കേസിൻ്റെ പുരോഗതി സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ ഉടനെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഓക്കെ ബിനീഷ്.